Hello guys, welcome to the day 8 of the 10 days ROS challenge. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ROS വിഷ്വലൈസേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഇൻ ഷോർട്ട് ഫോം ആർവിസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്ന പ്രോജക്ട്സുകളിലെല്ലാം ടോപ്പിക്സുകളൊക്കെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസുകളൊക്കെ ആയിട്ടാണ് കാണാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വിഷ്വലൈസേഷൻ ടൂൾസ് ലൈക്ക് ആർവിസ് യൂസ് ചെയ്യുന്നത്. റോസിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്ന വിഷ്വലൈസേഷൻ ടൂളാണിത്. ഇതിൽ നമുക്ക് ടോപ്പിക്സ്, സെൻസേഴ്സിന്റെ ഡേറ്റ, പോയിന്റ് ക്ലൗഡ് ഡേറ്റ, ഇമേജസ്, അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ആർവിസ് പക്ഷേ ഒരു സിമുലേഷൻ പ്ലാറ്റ്ഫോം അല്ല. അതിന് ഫിസിക്സോ അല്ലെങ്കിൽ റേ ട്രേസിംഗ് പോലത്തെ കാര്യങ്ങളൊന്നും സിമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പകരം അത് വെറുതെ ഒരു ടോപ്പിക് വിഷ്വലൈസേഷൻ ടൂൾ മാത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോബോട്ടിനെ സ്പോൺ ചെയ്യുവാണെങ്കിൽ ആ റോബോട്ടിന്റെ ലിങ്കുകളും ജോയിന്റുകളുടെയും ആകൃതിയും കാര്യങ്ങളും മാത്രം വിശേഷിപ്പിക്കുന്ന ഒരു ടൂളാണ് ആർവിസ്. ആർവിസ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീബഗിങ്ങും ഡെവലപ്പിങ്ങിനും വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ആ ടൂള് ബേസിക്കലി ആ റോബോട്ട് എന്താ പെർസീവ് ചെയ്യുന്നത് അത് നമുക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി ആർവിസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റോസ് വിഷ്വലൈസേഷൻ ടൂൾ അല്ലെങ്കിൽ ആർവിസ് 2, ഇങ്ങനെയാണ് ആർവിസ് 2യുടെ ഒരു ഇൻ്റർഫേസ് ഇരിക്കുക. നമുക്ക് റോസിനകത്ത് ആർവിസ് 2 നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് ടെർമിനലിൽ നമ്മൾ ആർവിസ് 2 എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ആർവിസ് 2 നമുക്കിപ്പോൾ കാണുന്ന ഈ ഇൻ്റർഫേസിൽ ഡിസ്പ്ലേസും വ്യൂസും എന്നും പറഞ്ഞിട്ട് ടാബ്സുകളുണ്ട്. ഈ ഡിസ്പ്ലേ പാനലിൽ നമുക്ക് ടോപ്പിക്സ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. റോസ് 2യുടെ ടോപ്പിക്സ് ഇതിനകത്ത് കുറേ ടോപ്പിക്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ക്യാമറ, ഡെപ്ത് ക്ലൗഡ് ടോപ്പിക്സുകൾ, അല്ലെങ്കിൽ ലേസർ, ഇമേജ്, അങ്ങനത്തെ ടോപ്പിക്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക റോസ് ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോസിൻ്റെ ടോപ്പിക്സ് ആർവിസിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യാം. പൊസിഷൻ അല്ലെങ്കിൽ പോസ് എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. ഈ ടോപ്പിക്ക് നമുക്കൊരു പുതിയൊരു ടോപ്പിക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. ലെറ്റ്സ് സേ ടെസ്റ്റിംഗ് പോസ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു പുതിയ ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആർവിസിനകത്ത് നമ്മളൊരു ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റോസ് 2ൽ ലിസ്റ്റഡ് ആവും. റോസ് 2യുടെ ടോപ്പിക് ലിസ്റ്റിൽ ലിസ്റ്റഡ് ആവും. അതൊരു സബ്സ്ക്രൈബർ ബേസ്ഡ് ടോപ്പിക് ആയിട്ടാണ് ലിസ്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്കൊന്ന് റോസ് 2 ടോപ്പിക് ലിസ്റ്റ് അടിച്ച് നോക്കാം. യെസ്, ഒന്നുകൂടി ഒന്ന് അടിച്ചു നോക്കാം. റോസ് 2 ടോപ്പിക് ലിസ്റ്റ്. യെസ്, അപ്പോൾ ഇതിൽ ടെസ്റ്റിംഗ് പോസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് വന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ ഒന്ന് നോക്കാം. റോസ് 2 ടോപ്പിക് ഇൻഫോ ആൻഡ് ടോപ്പിക് നെയിം ടെസ്റ്റിംഗ് പോസ്. ROS 2 topic info testing pose and then verbose അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ കിട്ടും. ഇതൊരു സബ്സ്ക്രൈബർ ടൈപ്പ് ടോപ്പിക്കാണ്. ഇത് ജോമെട്രി മെസ്സേജസ് പോസ്റ്റ് സ്റ്റാമ്പ് ആണ് എടുക്കുന്ന ഇൻ്റർഫേസ്. ഇനി നമുക്ക് ടർട്ടിൽ സിം ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടർട്ടിൽ സിം നോഡ്. ടർട്ടിൽ സിം ആക്ച്വലി പോസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമുക്ക് തരുന്നുണ്ട്. അത് റിയൽ ടൈം റോബോട്ടിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ ആണ് ആ ടോപ്പിക്കിനകത്ത് ഉള്ള മെസ്സേജ്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. റോസ് ടോപ്പിക് ലിസ്റ്റ് അതിൽ ടർട്ടിൽ 1 പോസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്ക് അത് നമുക്ക് ഇൻഫോ അടിച്ച് നോക്കാം. ROS 2 topic info
turtle1 pose and verbose. ഓക്കെ, ഇതിൽ നമുക്ക് കാണാം ഇതൊരു സബ്സ്ക്രൈബർ ടോപ്പിക് ആണ് ആൻഡ് ഇത് ടർട്ടിൽ സിം മെസ്സേജസ് ആണ് യൂസ് ചെയ്യുന്ന ഇന്റർഫേസ്. അപ്പോൾ നമുക്ക് വേണ്ടത് ജോമെട്രി മെസ്സേജസ് പോസ്റ്റ് സ്റ്റാമ്പ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ടർട്ടിൽ സിമ്മിൻ്റെ പോസ് ജോമെട്രി മെസ്സേജ് പോസ്റ്റ് സ്റ്റാമ്പിലേക്ക് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ആർവിസിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. 10 days എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് സ്പേസ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ളിൽ SRC ആൻഡ് നമുക്കൊരു പുതിയ പൈത്തൺ ബിൽഡ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. റോസ്റ്റ് പാക്കേജ് ക്രിയേറ്റ് ബിൽഡ് ടൈപ്പ്. അപ്പോൾ ഈ പാക്കേജിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോഡ് ഉണ്ടാക്കുവാണ്, ഒരു പൈത്തൺ നോഡ് ഉണ്ടാക്കുവാണ്. അത് ബേസിക്കലി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ടർട്ടിൽ സിമ്മിൻ്റെ പോസിൻ്റെ ഇൻ്റർഫേസിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അത് ആർവിസിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഡാറ്റയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിന് ഞാൻ ഒരു സിമ്പിൾ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഡിപ്പെൻഡൻസീസ് ഞാൻ ആഡ് ചെയ്യാം. ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യാൻ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. അത് ജസ്റ്റ് നോക്കാം. അതിനകത്ത് ഇത്രയും ലൈബ്രറീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ടർട്ടിൽ സിം മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് ലൈബ്രറി, ജോമെട്രി മെസ്സേജസ്, പിന്നെ അത് ഓരോന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യണം നമുക്ക്. അപ്പോൾ ടർട്ടിൽ സിം നമുക്ക് വേണം. ടർട്ടിൽ സിം ആഡ് ചെയ്തു. ജോമെട്രി മെസ്സേജസ്, പിന്നെ TF2 റോസ് ആൻഡ് TF ട്രാൻസ്ഫോർമേഷൻസ്. ഈ 4 ലൈബ്രറീസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സക്സസ്, പാക്കേജ് സക്സസ്. ഇനി അതിൽ നമുക്ക് ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. പാക്കേജിലേക്ക് പോയിട്ട് ഒരു പൈത്തൺ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സിമ്പിൾ പാക്കേജിൻ്റെ അകത്ത് പോവാം. അതിലൊരു പുതിയ ഫയൽ സിമ്പിൾ പാക്കേജ്, യെസ്. അതിൽ നമുക്ക് ഈ കോഡ് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് എടുത്തിട്ട് പാക്കേജിനകത്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് റീനെയിം ചെയ്യാം. odometry.py എന്ന് പറഞ്ഞിട്ട് അതൊരു പൈത്തൺ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പൈത്തൺ സ്ക്രിപ്റ്റിൽ വന്നപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രെയിം ID, പൊസിഷൻസ്, ഓറിയൻറ്റേഷൻ, ഇതെല്ലാം പോസിന് വേണ്ട ടോപ്പിക്സുകളാണ്. അപ്പോൾ നമ്മൾ ഇത് ടർട്ടിൽ പോസ്റ്റ് ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. നമ്മളിപ്പോൾ പോസ്റ്റ് സ്റ്റാമ്പ് മെസ്സേജസിലേക്ക് പബ്ലിഷ് ചെയ്യും. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് റീനെയിം ചെയ്യാം. റോബോട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് സെറ്റപ്പിൽ പോയിട്ട് കൺസോൾ സ്ക്രിപ്റ്റ്സിൽ ഇത് മെൻഷൻ ചെയ്യണം, ഒരു എക്സിക്യൂട്ടബിൾ ആക്കാൻ. അപ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് ഈ പാക്കേജിലേക്ക് പോയിന്റ് ചെയ്യാം. അപ്പോൾ പാക്കേജ് പേര് സിമ്പിൾ പാക്കേജിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫയലിൻ്റെ പേര് എന്താ, റോബോട്ട് പോസ്റ്റ് ആൻഡ് മെയിൻ, അതിലെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി പോയിന്റ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൾകോൺ ബിൽഡ് ചെയ്യാം പാക്കേജ്. അപ്പോൾ പാക്കേജിലെ റൂട്ട് ഡയറക്ടറിയിൽ പോയിട്ട് നമുക്ക് കോൾകോൺ ബിൽഡ് ചെയ്യാം. യെസ്, 10 days റോസ് ആണ്, അത് ഡെസ്ക്ടോപ്പിലാണ്. അപ്പോൾ അതിലേക്ക് ഡയറക്ടറി ചേഞ്ച് ചെയ്യുക. CD ഡെസ്ക്ടോപ്പ് 10 days റോസ്, അതിൽ 10 days
റോസ് വർക്ക് സ്പേസ്. ഓക്കെ, നമ്മളിപ്പോൾ റൂട്ടിലാണ്. നമുക്ക് കോൾഡ് ഫോൺ ബിൽഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പാക്കേജ് ഇപ്പോൾ ഫുള്ളി ബിൽഡായി. നമുക്കതൊന്ന് സോഴ്സ് ചെയ്യാം. അതിനുശേഷം നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സിമ്പിൾ പാക്കേജ്, എക്സിക്യൂട്ടബിൾ നെയിം പോസ്. യെസ്, എൻറ്റർ. ഇപ്പൊ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ്. ഇനി നമുക്കത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണണമെങ്കിൽ റോസ് ടു ടോപ്പിക് ലിസ്റ്റ് അടിക്കുക. അതിൽ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ പുതിയതായിട്ട് ബ്രിഡ്ജ് ചെയ്ത് വന്നേക്കണ ടർട്ടിൽ 1 പോസ്റ്റ് സ്റ്റാമ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്കത് ഇൻഫോ അടിച്ച് നോക്കാം. ആൻഡ് വെർബോസ്. ഓക്കെ, അപ്പോൾ ടോപ്പിക്കിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ജോമെട്രി മെസ്സേജസ് പോസ്റ്റ് സ്റ്റാമ്പ്ഡ് ആണ്. ഇത് ആർവിസിൽ കമ്പാറ്റബിൾ ആണ് ഈ ടോപ്പിക് ടൈപ്പ്. അപ്പോൾ നമുക്കിനി ആർവിസിൽ ഈ ടോപ്പിക്കിലേക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ടോപ്പിക്ക് പോസ്റ്റിലേക്ക് ഇപ്പൊ നമ്മുടെ പുതിയ ടോപ്പിക്ക് പോപ്പുലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇനി ടോപ്പിക്കിനകത്ത് നമ്മളൊരു വേൾഡ് ഫ്രെയിം ID സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കറന്റ്ലി ഇതിന്റെ ഫ്രെയിം കൊടുത്തേക്കുന്നത് മാപ്പാണ്. അപ്പൊ മാപ്പ് ഫ്രെയിമിൽ ടോപ്പിക്ക് ലിങ്ക്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാപ്പ് മാറ്റി നമ്മൾ വേൾഡ് ഫ്രെയിമിലേക്ക് മാറ്റിയാലേ നമുക്കത് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്കൊരു റെഡ് ആരോ കാണാൻ പറ്റുന്നില്ലേ? യെസ്, അതാണ് ഇപ്പൊ കറന്റ്ലി നമ്മുടെ ടർട്ടിൽ ബോട്ടിന്റെ പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അതിന് ഞാനൊന്ന് ടെലിയോപ്പ് ഓപ്പൺ ചെയ്യാം. റോബോട്ടിന്റെ വെലോസിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് കാണാം. ഓക്കെ, ടെലിയോപ്റ്റിക്സ് കീബോർഡ് ആൻഡ് റോസ് ആർട്സിൽ നമ്മൾ റീമാപ്പ് ചെയ്യണം ടോപ്പിക്ക്. അപ്പം റീമാപ്പ് കമാൻഡ് വെയിൽ ടു ടർട്ടിൽ 1 കമാൻഡ് വെയിലിലേക്ക് റീമാപ്പ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ടെലിയോപ്പ് ഓപ്പൺ ചെയ്തു. നമുക്കിനി അതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ റോബോട്ട് നീങ്ങണ അനുസരിച്ച് അതിൻ്റെ ആരോ റിയൽ ടൈമിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട് അതിൻ്റെ പോസ് ആർവിസിനകത്ത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് ആർവിസിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പോസ് വൺ ഓഫ് ദ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് സെൻസർ ബേസ്ഡ് ടോപ്പിക്സുകൾ അല്ലെങ്കിൽ റോബോട്ട്സിൻ്റെ സ്റ്റേറ്റുകൾ അങ്ങനത്തെ എല്ലാ തരം ടോപ്പിക്സുകളും നമുക്ക് ഇതിൽ കാണാനും വിഷ്വലൈസ് ചെയ്യാനും പിന്നെ ഇന്ററാക്ട് ചെയ്യാൻ വരെ സാധിക്കും. അപ്പോൾ ആർവിസ് ഒരു വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഡീബഗിങ് ഡെവലപ്പിംഗ് ചെയ്യാനായിട്ടും പിന്നെ റോബോട്ടിന്റെ ഡാറ്റ അതുപോലെ തന്നെ നമുക്ക് റിസീവ് ചെയ്യാനും വേണ്ടിയിട്ട് നല്ല ആവശ്യമുള്ളൊരു ടൂളാണ്. ഇത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയ റോസ് 2 പാക്കേജസ് ലൈക്ക് സ്ലാം, nav2, മൂവ്2 ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി വളരെ ഫലപ്രദമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സിമുലേഷൻ എങ്ങനെയായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്.